Morning. Today we are discussing a very important area in marginal costing, PV ratio. PV ratio nothing but it is the relationship between contribution and sales. കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ PV റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ കോൺട്രിബ്യൂഷൻ റേഷ്യോ. ഇതിനെ കോൺട്രിബ്യൂഷൻ റേഷ്യോ എന്നും കൂടി പറയാം, ഓർ മാർജിനൽ റേഷ്യോ. ടു എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ഓഫ് കോൺട്രിബ്യൂഷൻ ടു സെയിൽസ്. കാണാൻ PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാണ്. കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു ഇത് പേഴ്സൻറ്റേജിലാണ് പറയുക, അതുകൊണ്ട് 100 ഇൻറ്റു 100. ഇപ്പം നോക്കാം, നമ്മുടെ കയ്യിൽ ബിസിനസ്സിൻ്റെ കയ്യിൽ 2 പ്രൊഡക്റ്റ് ഉണ്ട്. ഒന്ന് എ, 2 പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. എയും ബിയും 2 പ്രൊഡക്റ്റ് ഉണ്ട്. എയുടെ കോൺട്രിബ്യൂഷൻ 50 ആണ്, സെല്ലിംഗ് പ്രൈസ് 100 ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇൻറ്റു 100 എത്ര വരും? 50 വരും. അതിൻ്റെ ആൻസർ 50% ആണ് ഇത് എയുടെ PV റേഷ്യോ. പിന്നെ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് 40 ആണ് കോൺട്രിബ്യൂഷൻ, സെല്ലിംഗ് പ്രൈസ് 100 ആണെന്ന് വിചാരിക്കും. ഇൻറ്റു 100, അപ്പോൾ ഇതിൻ്റെത് 40 ആണ്. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഏതാണ് കൂടുതൽ പ്രോഫിറ്റബിൾ എന്ന് പറഞ്ഞാൽ എ ആയിരിക്കും. കാരണം കൂടുതൽ PV റേഷ്യോ ഉള്ളത് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവും. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PV റേഷ്യോ ഉപയോഗിക്കുന്നത്. എത്രയാണ് അതിൻ്റെ റേഷ്യോസ്, PV റേഷ്യോ, പ്രോഫിറ്റബിൾ റേഷ്യോ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഹയർ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? ഹയർ പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവും. നോക്കാം. The relationship between contribution is expressed as percentage in form of PV ratio. It is also called contribution sales ratio. PV ratio is the ratio of contribution to sales. It is expressed as a percentage. PV ratio indicates the relative profitability of different products. Higher PV ratio, higher contribution and higher profit. അപ്പോൾ PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 1-2 ഇക്വേഷൻസ് നോക്കാം. ഒന്നാമത്തത് കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100. രണ്ടാമത്തത് ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ, 2 വർഷത്തെ കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ടാവും, അതിൻ്റെ ചേഞ്ചസ് എടുക്കുക. 2 വർഷത്തെ സെയിൽസ് തന്നിട്ടുണ്ടാവും, അതിൻ്റെ ചേഞ്ചസ് എടുക്കുക. അപ്പോൾ ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. വേറൊരു ഇക്വേഷനാണ് PV റേഷ്യോ. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻറ്റു സെയിൽസ്. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ്. ഇപ്പോൾ 2 വർഷത്തെ പ്രോഫിറ്റ് എടുക്കാം, അതിൻ്റെ ചേഞ്ചസ്. ഇപ്പോൾ 2 വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 2018 നമ്മുടെ കയ്യിൽ 1 lakh ആണ് എന്ത് വന്നത്? പ്രോഫിറ്റ്. ഇനി 2019 1,50,000 ആണ്. 50,000 ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് എത്രയാണ്? 50,000 ആണ്. അതേപോലെ ചേഞ്ച് ഇൻ സെയിൽസ്. 2018 10 lakh ആയിരുന്നു സെയിൽസ്, 2019 12 ലക്ഷമായിരുന്നു. 10 lakhും 12 lakhും തമ്മിലുള്ള ഡിഫറൻസ് 2 lakh. അതാണ് ചേഞ്ചിങ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ചിങ് സെയിൽസ് ഇൻറ്റു 100. അതേപോലെ ഇവിടെ കോൺട്രിബ്യൂഷൻ കാണാൻ സെയിൽസ് ഇൻറ്റു PV റേഷ്യോ കണ്ടാൽ മതി. സെയിൽസ് ഇൻറ്റു PV റേഷ്യോ. അതേപോലെ സെയിൽസ് കാണാൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ PV റേഷ്യോ. അത് ഇക്വേഷൻ്റെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ യൂസസ് ഓഫ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഓഫ് PV റേഷ്യോ. PV റേഷ്യോൻ്റെ എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള യൂസസ്? ഒന്ന്, ഡിറ്റർമൈൻ നേരത്തെ പറഞ്ഞത് ഡിറ്റർമൈൻ റിലേറ്റീവ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ്. ഓരോ പ്രൊഡക്റ്റിൻ്റെയും പ്രോഫിറ്റബിലിറ്റി കാണാൻ പറ്റും. കാൽക്കുലേറ്റ് ബ്രേക്ക് ഇവൻ പോയിൻ്റ്. അസർട്ടൈൻ ദ പ്രോഫിറ്റ് അറ്റ് എ ഗിവൺ വോളിയം ഓഫ് സെയിൽസ്. അപ്പോൾ നമ്മുടെ ഒരു 10 lakhൻ്റെ സെയിലുണ്ട്, അങ്ങനെയാണെങ്കിൽ അവിടെ എത്രയാണ് പ്രോഫിറ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും.
അസർട്ടൈൻ ദ പ്രോഫിറ്റ് അറ്റ് എ ഗിവൺ വോളിയം ഓഫ് സെയിൽസ്. ഇനി അടുത്ത് ഡിറ്റർമൈൻ ദ സെയിൽസ് റിക്വയർഡ് ടു ഏൺ ഗിവൺ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. നമുക്കൊരു 6 lakh പ്രോഫിറ്റ് വേണം. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയുടെ സെയിൽ നടത്തണം? അതാണ് ഡിറ്റർമൈൻ ദ സെയിൽസ് റിക്വയർഡ് ടു ഏൺ ഗിവൺ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. ഇതൊക്കെയാണ് പി വി റേഷ്യോൻ്റെ യൂസസ്. ഇനി എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുക? പി വി റേഷ്യോ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? വളരെ സിമ്പിളാണ്. എങ്ങനെയാണ് നമുക്ക് പി വി റേഷ്യോ ഇമ്പ്രൂവ് വിജയിക്കാൻ പറ്റും? ഒന്നാമത്തത് സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ മതി. ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് നിലവിൽ ഒരു 10 ആണെന്ന് വിചാരിക്കാം. അപ്പം സെല്ലിംഗ് പ്രൈസ് 12 ആക്കാം. അങ്ങനെയാണെങ്കിൽ പി വി റേഷ്യോ ഇമ്പ്രൂവ് ആകും. റെഡ്യൂസിങ് ദ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. വേരിയബിൾ കോസ്റ്റ് ഒരു 6 ആണെന്ന് വിചാരിക്കുക. അതിനെ റെഡ്യൂസ് ചെയ്യുക, വീണ്ടും കുറക്കാൻ പറ്റുമെങ്കിൽ കുറക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് കൂടും? പി വി റേഷ്യോ ഇൻക്രീസ് ആകും. ഒരു 5 ആക്കാൻ ശ്രമിക്കുക, വേരിയബിൾ കോസ്റ്റ് കുറക്കാൻ ശ്രമിക്കുക. ഇൻക്രീസ് ഇൻ ദ സെല്ലിംഗ് പ്രൈസ് ആൻഡ് റെഡ്യൂസിങ് ദ വേരിയബിൾ കോസ്റ്റ് ഒരുമിച്ചാണ്. ചേഞ്ചിങ് ദ സെയിൽസ് മിക്സ് ആൻഡ് സെല്ലിംഗ് മോർ പ്രോഫിറ്റബിൾ പ്രൊഡക്റ്റ്. ഏതാണോ പി വി റേഷ്യോ കൂടുതൽ അതിനെന്ത് ചെയ്യുക? അതില്ലെങ്കിൽ പ്രോഫിറ്റ് കൂടുതലുള്ള പ്രൊഡക്റ്റുകൾ സെയിൽ നടത്തും. ഇതൊക്കെയാണ് പി വി റേഷ്യോ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ്. ഏതൊക്കെ രീതിയിലാണ് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റും നോക്കാം. നമുക്കൊരു ഇതിലേക്ക് പോവാം, ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാൽക്കുലേറ്റ് പി വി റേഷ്യോ. സെയിൽസ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. നമുക്കറിയാം പി വി റേഷ്യോ കാണാൻ കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100. ഇവിടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണുക? സെയിൽസ് എന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ മതി. സെയിൽസ് 8 lakh ആണ്, വേരിയബിൾ കോസ്റ്റ് 4,80,000 ആണ്. അങ്ങനെയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ 3,20,000. അപ്പോൾ 3,20,000 സെയിൽസ് തന്നിട്ടുണ്ട്. 8 lakh ഇൻറ്റു 100 40% ആണ് എന്ത് വരിക? പി വി റേഷ്യോ വരിക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.